അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇലാ സൊഫിൽ ഖാമിസ്. പ്രിയ കുട്ടികളെ, ഇന്ന് 5ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. ഇസ്മുദ്ദർസ് പാഠത്തിന്റെ പേര് അസ്സിറാഅത്തു നിഅമത്തുൻ, കൃഷി ഒരു അനുഗ്രഹമാണ്. ഇത് മൻലൂമുൻ, ഒരു പോയമാണ്. നമുക്ക് അർത്ഥം നോക്കാം. യാ സ്വാഹിബി, എന്റെ സുഹൃത്തേ, ഹയ്യാ ബിനാ, ഞങ്ങളുടെ കൂടെ വരൂ. നുർവി, നമുക്ക് നനക്കാം. വനസ്റഉ, നമുക്ക് കൃഷി ചെയ്യുകയും ചെയ്യാം. അർളന, നമ്മുടെ ഭൂമിയിൽ നമുക്ക് നനച്ച് കൃഷി ചെയ്യാം. ബിൽ ഖൈരി, നന്മ കൊണ്ടും. വൽ ബുഷ്റ, സന്തോഷവാർത്തയായിട്ടും. ലന, ഞങ്ങൾക്ക്. യസ്സിർ, എളുപ്പമാക്കണേ. ഇലാഹി, എന്റെ ദൈവമേ, നീ എളുപ്പമാക്കണേ. അംബ്രന, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരണമേ. ഉൻലുർ, നീ നോക്ക്. ജമാല, ഭംഗിയെ. ഹുക്കൂലിന, നമ്മുടെ വയലുകളുടെ ഭംഗിയിലേക്കൊന്നു നോക്കൂ. വഷ്ഹദ്, നീ സാക്ഷ്യം വഹിക്കുകയും ചെയ്യൂ. ബസാത്വത ഐഷിന, ഐഷ് ജീവിതം. ഐഷിന, നമ്മുടെ ജീവിതത്തിന്റെ. ബസാത്തത്ത്, ലളിതമായിട്ടുള്ള ലാളിത്യം നിറഞ്ഞ ജീവിതത്തിന് നീ സാക്ഷ്യം വഹിക്കുകയും ചെയ്യൂ. അടുത്ത വരി അസ്സർഉ, കൃഷി. യൻമു, അത് വളരുന്നുണ്ട്. ഹൗലന, നമുക്ക് ചുറ്റും. യഹ്കി, അത് വിവരിക്കുന്നു, കഥ പറഞ്ഞു തരികയാണ്. നിഹായത്ത, അവസാനമാണ്. സൊബിരിന, നമ്മുടെ ക്ഷമയുടെ അവസാനമാണത് വിവരിക്കുന്നത്. നമ്മുടെ കുറെ കാത്തിരിപ്പിന് ശേഷമാണ് കൃഷിയിൽ നിന്നും ഫലം ലഭിക്കുന്നത്. അടുത്തത് അൽ യുംനു, അനുഗ്രഹം. സുൻ ഒ യമീനിന, നമ്മുടെ വലം കൈ. യമീൻ, നമ്മുടെ വലം കൈ അധ്വാനിച്ചതിലാണ് അനുഗ്രഹം. വൽ ഖൈറു, നന്മയായിത്തീരുന്നു. ഹല്ല, അത് വന്നിറങ്ങുകയും ചെയ്യും. ബിദാരിന, നമ്മുടെ വീട്ടിൽ. നമ്മൾ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നതായാൽ നമ്മുടെ വീടുകളിൽ നന്മ വന്നിറങ്ങും. വന്നഹ്റു, നദി. പുഴ. ഫാള, അത് ഒഴുകി. ബിഅർളിന, നമ്മുടെ ഭൂമിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നദി. അല്ലാഹു യർആ, സംരക്ഷിക്കുന്നു. വത്വനന, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാടിനെ അല്ലാഹു സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഫരീഫ്, അപ്പോൾ ഗ്രാമപ്രദേശം എന്നത്. സിറു ഹയാത്തിന, നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യമാണ്. വരീഫോ, ഗ്രാമപ്രദേശമാവുകയും ചെയ്യുന്നു. അസ്ലുൻ, ബേസാണ്, അടിസ്ഥാനമാണ്. ഹന ഇന, നമ്മുടെ സന്തോഷത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യവും നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനവും കൃഷിയാണ്. ഷാഇർ, ഈ പോയം എഴുതിയതാരാണ്? അഹമ്മദ് ബിനു യഹിയ ഉമറാനിയാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് നഖ്റഉ, നമുക്ക് വായിക്കാം. വനഫ്ഹമു, നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അഹമ്മദ് ബിനു യഹിയൽ ഉംറാനി. വുലിദ, അദ്ദേഹം ജനിച്ചു. ഫി മദീനത്തി സൊൻആ, 1940. ക്രിസ്താബ്ദം 1940 സൊൻആ എന്ന പട്ടണത്തിലാണ് കവി ജനിച്ചത്. വദറസ, അദ്ദേഹം പഠിക്കുകയും ചെയ്തു. ഫി ജാമിഅത്തി സൊൻആ, സൊൻആ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. വഹസ്സല അല, അദ്ദേഹം കരസ്ഥമാക്കി. ദറജത്തിൽ ബക്കാലോരിയോസ്, ബിരുദം നേടി. ഫിൽവാത്തിൽ അറബിയ, അറബി ഭാഷയിൽ ബിരുദം കരസ്ഥമാക്കുകയും ചെയ്തു. വമിൻ അഷ്ഹരി ദവാവീനി ഷൈരിയ, പ്രസിദ്ധമായ കവിതാ സമാഹാരത്തിൽപ്പെട്ടതാണ്. അഷ്ഹർ, ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള. ദവാവീന്, സമാഹാരങ്ങൾ. ദവാവീന്. അശ്വരിയ, കവിതാ സമാഹാരങ്ങളിൽപ്പെട്ടതാണ്.
ഏതൊക്കെ? അഓനിൽ ഖറിയത്ത്, അഓനിൽ ഖറിയത്ത് എന്നതും വൽഹുബ്ബു വല്ലിയാ എന്നീ രണ്ടും അദ്ദേഹത്തിന്റെ പ്രസിദ്ധ കവിതാ സമാഹാരങ്ങളാണ്. വഹുവ അദ്ദേഹം മിൻ അഹമ്മി ശുഅറാ, ഷാഇറിന്റെ ജം ആണ് ശുഅറാ, കവികള്. അഹമ്മുൻ ഏറ്റവും പ്രധാനപ്പെട്ട കവികളിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അൽ യമനിയീൻ അൽ മുആസിരീൻ, സമകാലികരായ യമൻ കവികളിലെ പ്രധാനപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം. വ അഹദി ഒരാളാണ് റുവാത്തിഷ്യര് റിപ്പോർട്ടകന്മാരിൽപ്പെട്ട ആളുമാണ്. അശ്ശരിൽ വത്വനി ഫിൽ യമനി, യമനിലെ വത്വൻ ദേശീയ ഷെർ കവിതയുടെ റുവാത്ത് ആഖ്യാതാക്കളിൽ പെട്ട ഒരാളാണ് ഇദ്ദേഹം. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. നെഹ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം മിനൽ മൻലൂമി പോയത്തിൽ നിന്നും അസ്സുത്തൂർ അൽ മുവാഫിക യോജിച്ച സുത്തൂർ വരികളെ. ലിസ്സുവരി ഈ പിക്ചേഴ്സിന് ഏതാനും പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവയ്ക്ക് യോജിച്ചത് കവിതയിൽ വരുന്ന വരി ഏതാണ് എന്ന് കണ്ടെത്തണം. ഫസ്റ്റ് പിക്ചറിൽ നോക്കൂ. നമുക്ക് കാണാൻ പറ്റുന്നത് കൃഷി ചെയ്ത് അതിൽ വിളവ് വളർന്നു നിൽക്കുന്നതാണ് കാണുന്നത്. ഇതിന് യോജിച്ച വരി കവിതയിൽ ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. നോക്കൂ, ഏതാണ് യോജിച്ചത്? അസ്സർ ഓ കൃഷി, യൻമു ഹൗലന നമുക്ക് ചുറ്റും ഇങ്ങനെ വളർന്നു വരുന്നു. യഹ്കി അത് വിവരിക്കുന്നുണ്ട്, കഥ പറഞ്ഞു തരികയാണ്. നിഹായത്ത സുബിരിന നമ്മുടെ ക്ഷമയുടെ അവസാനം. കൃഷി ചെയ്ത ഉടനെ തന്നെ ഫലമുണ്ടാവണമെന്നില്ല, കുറച്ച് ക്ഷമിച്ച് കാത്തിരുന്നതിന് ശേഷമാണ് ഫലങ്ങൾ ഉണ്ടാവുന്നത്. അടുത്ത പിക്ചറിൽ നോക്കൂ, എന്താണ് കാണുന്നത്? നമുക്ക് നദിയുടെ ചിത്രം കാണുന്നുണ്ട്. അതിന് യോജിച്ച വരി ഏതാണ്? വന്നഹ്റു ഫാള ബിഅർളിന നമ്മുടെ ഭൂമിയിലെ നദി ഒഴുകുകയും അതുപോലെ തന്നെ അള്ളാഹു യർഅവത്വനന നമ്മുടെ നാടിനെ അള്ളാഹു സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആ വരിയാണ് അവിടെ എഴുതേണ്ടത്. അടുത്ത പിക്ചർ നോക്കൂ, എന്താണ് കാണുന്നത്? കൃഷിക്ക് നനച്ചു കൊടുക്കുന്നതും കൃഷി ചെയ്യുന്നതും ഒക്കെയാണ് കാണുന്നത്. അതിന് യോജിച്ച വരി ഏതാണ്? നോക്കൂ. യാ സ്വഹിബി എന്റെ സുഹൃത്തേ, ഹയ്യ ബിന ഞങ്ങളുടെ കൂടെ വരൂ, നുർവി നമുക്ക് നനക്കാം, വനസ്റഉ ബിഅർളന നമ്മുടെ ഭൂമിയിൽ നമുക്ക് കൃഷി ചെയ്യാം. ആ വരിയാണ് അവിടെ എഴുതേണ്ടത്. അടുത്ത പ്രവർത്തനം നോക്കാം. നുറാജി ഉൽ മൻലൂമ പോയത്തിലേക്ക് നമുക്ക് മടങ്ങാം. വനഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം. അൽ കലിമാത്തിൽ മുസജ്ജ പ്രാസമൊപ്പിച്ചിട്ടുള്ള വേർഡ്സുകള് നമുക്ക് താഴെ എഴുതി കൊടുക്കണം. ഉദാഹരണമായിട്ട് 2 വേർഡ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഐഷിന, അതുപോലെ തന്നെ വത്വനിന. രണ്ടും ലാസ്റ്റ് നൂന് അലിഫ് ഇതിലാണ് അവസാനിക്കുന്നത്. അതുപോലെ പ്രാസം ഒപ്പിച്ചിട്ട് വന്നിരിക്കുന്നത് ഏതാണെന്ന് നോക്കൂ. അത് അവിടെ താഴെ ചേർത്ത് കൊടുക്കണം. നമുക്ക് ആ പോയത്തിൽ ഇതുപോലെ വരുന്നത് ഏതാണ്? വരികളുടെ അവസാനത്തിൽ വന്നിരിക്കുന്നത് നോക്കൂ. നമുക്ക് എഴുതാൻ പറ്റിയതാണ് ഐഷിന, അർലിന, അതുപോലെ തന്നെ സൊബിരിന, വത്വനിന, അംബ്രിന, ദാരിന, ഹനഇന. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് എഴുതാം. അടുത്ത പ്രവർത്തനം നോക്കാം. നുറത്തിബു നമുക്ക് ക്രമപ്പെടുത്താം. അൽ ജുമലത്താലിയ താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസുകളെ ഹസബ അനുസരിച്ച് സുതൂരിൽ മൻലൂമി പോയത്തിന്റെ വരികളോട് യോജിച്ചത് വനക്തുബു എന്നിട്ട് നമുക്ക് അതിനെ എഴുതുകയും വേണം. ഇത് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ ക്രമമായിട്ട് കവിതയിലെ ഓരോ വരിയും വരുന്നതിനോട് യോജിച്ചത് എഴുതണം. ഫസ്റ്റ് ലൈനിന് കവിതയിലെ ലൈനിനോട് യോജിച്ച് വരുന്നത് ഏതാണ് ആദ്യം വരേണ്ടത് എന്ന് നോക്കൂ. ആദ്യം ഇതിലെ അർത്ഥങ്ങൾ നമുക്ക് നോക്കാം. അസ്തിക ഈ എന്റെ കൂട്ടുകാരെ, തആലൗ നിങ്ങൾ വരൂ, റഉ നമുക്ക് കൃഷി ചെയ്യാം, വനസ്കി നമുക്ക് നനക്കുകയും ചെയ്യാം, ഹുക്കൂലന നമ്മുടെ
വയലുകളെ. ഇവിടെ യോജിച്ചു വരുന്നത് ഫസ്റ്റ് ലൈന് തന്നെയാണ്. കവിതയിലെ ആദ്യ ലൈനും ഇതും സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ സുഹൃത്തുക്കളെ, വരൂ നമുക്ക് നനക്കാം ഭൂമിയിൽ കൃഷി ചെയ്യാം. രണ്ടാമത്തേത് വന്നിരിക്കുന്നത് നോക്കൂ. ബിൽ ഖൈരി വൽ ബുഷ്റ ലന യസ്സിർ ഇലാഹി അംറന. നന്മയും സന്തോഷവാർത്തയുമായി കൊണ്ട് ദൈവമേ ഞങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കണേ. അതുമായിട്ട് യോജിച്ചു വരുന്നത് ഇവയിൽ ഏതാണ്? പ്രാർത്ഥനയാണ്. അതുമായിട്ട് വരുന്നത് ലാസ്റ്റ് രണ്ടാമത്തെ ലൈനാണ്. നെദ്ഉല്ലാഹ, നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. ദാഇമൻ, എപ്പോഴും. അൻ യുയസ്സിറ, എളുപ്പമാക്കി തരാൻ. ഉമൂറന, നമ്മുടെ കാര്യങ്ങൾ. ബിൽ ഖൈരി വൽ ബിശ്രി, സന്തോഷവാർത്തയായിക്കൊണ്ടും നന്മയായിക്കൊണ്ടും. ആ വരിയാണ് അടുത്തത് വരേണ്ടത്. മൂന്നാമതായിട്ട് വരേണ്ടത് ഉൻലുർ ജമാല ഹുക്കൂലിന, നമ്മുടെ പാടങ്ങളിലെ ഭംഗിയിലേക്കൊന്നു നോക്കൂ. നമ്മുടെ ലളിതമായ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യൂ. മൂന്നാമത്തേത് വരുന്നത് ഉൻലുർ, നീ നോക്ക്. ഇല ജമാലിൽ ഹക്കിലി, വയലിലെ ഭംഗി. വബസാത്തത്തിൽ ഐഷി, ജീവിതത്തിന്റെ ലാളിത്യത്തിലേക്കും. ബിസിറാഅത്തി, കൃഷി കൊണ്ടുള്ള ലളിതമായ ആ ജീവിതവും അതുപോലെ തന്നെ പാടത്തെ ഭംഗിയിലേക്കും കൃഷിയിലുള്ള ലാളിത്യ ജീവിതത്തിലേക്കും നീ നോക്കൂ. ഈ സെന്റൻസ് ആണ് മൂന്നാമത്തെ കവിതയോട് യോജിച്ചു വരുന്നത്. ഇനി നാലാമത്തേത് കവിതയിൽ പറയുന്നത് അസ്സർഉ, കൃഷി. യൻമു ഹൗലന, നമുക്ക് ചുറ്റും ഇങ്ങനെ വളരുന്നു. എന്നിട്ട് ക്ഷമയുടെ അവസാനമാണ് നമുക്ക് അത് കഥ വിവരിച്ചു തരുന്നത്. അസ്സർഉ, കൃഷി. യൻമു ഹൗലന, നമുക്ക് ചുറ്റും വളരുന്നു. വനൻതളിറു, നമ്മൾ കാത്തിരിക്കുന്നു. ഹസ്വാദഹു ബിസ്സബിരി, ക്ഷമയോടെ അതിന്റെ വിളവെടുപ്പിന് നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുന്നു. ആ വരിയാണ് വരേണ്ടത്. അഞ്ചാമതായിട്ട് വരേണ്ടത് അർത്ഥം നോക്കാം. 5 പറയുന്നത് നമ്മുടെ വലം കൈ അധ്വാനിച്ചത് കൊണ്ട് തന്നെ വലം കൈയുടെ അധ്വാന ഫലം അനുഗ്രഹം ലഭിക്കുന്നു. നമ്മുടെ വീടുകളിൽ ആ അനുഗ്രഹം വന്നിറങ്ങുകയും ചെയ്യുന്നു. അഞ്ചാമത്തേതിനോട് യോജിച്ചു വരുന്നത് യൻസിലുൽ ഖൈറു, നന്മ വന്നിറങ്ങുന്നു. വൽ ബർക്കത്തു, അനുഗ്രഹവും. ഫി ദിയാരിന, നമ്മുടെ വീടുകളിൽ. വബിലാദിന, നമ്മുടെ നാടുകളിലും. ബിസുൻ ഐദീന, നമ്മുടെ കരങ്ങൾ അധ്വാനിച്ചതുമൂലം. ആറാമത്തേത് കവിത വന്നഹ്റു, നദി. ഫാല ബിഅർളിന, നമ്മുടെ ഭൂമിയിലൂടെ ഇങ്ങനെ ഒഴുകുകയും അതുപോലെ തന്നെ അള്ളാഹു നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആറാമത്തെ ലൈന് യർ അല്ലാഹു ഹുക്കൂലന ബിമിയാഹിൻ നഹ്ർ, നദിയിലുള്ള ഈ വെള്ളങ്ങളെ കൊണ്ടാണ് നമ്മുടെ പാടം അള്ളാഹു സംരക്ഷിക്കുന്നത്. നദീജലങ്ങളാൽ അള്ളാഹു നമ്മുടെ വയലുകളെ പരിപോഷിപ്പിക്കുന്നു. ഇനി ഏഴാമത്തെ വരി നോക്കൂ. ഫരീഫു സിറു ഹയാത്തിന, നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യം തന്നെ ഗ്രാമപ്രദേശമാണ്. വരീഫു അസ്ലു ഹനാഇന, നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനവും ഗ്രാമപ്രദേശം തന്നെയാണ്. അതിനോട് യോജിച്ചു വരുന്നത് അസ്സിറാഅത്തു, കൃഷി. സിറു ഹയാത്തിന, നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യമാണ്. വ അസ്ലു ഫറഹിന, നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനവുമാണ്. അതാണ് ലാസ്റ്റ് വരേണ്ടത്. അവസാനമായിട്ട് അൽ മുഫ്രദ് വൽ ജംഅ്, മുഫ്രദ് ഏകവചനവും വൽ ജംഅ് ബഹുവചനവും കൊടുത്തിട്ടുണ്ട്. അവ എന്താണെന്ന് നോക്കാം. ഹക്കീബത്തുൻ, ബാഗ്. ഹകായിബ്, ബാഗുകള്. സമാദ്, വളം. അസ്മിദത്ത്, വളങ്ങള്. മുബീദുൻ, കീടനാശിനി. മുബീദാത്ത്, കീടനാശിനികള്. കെഷ്കുൻ, സ്റ്റാള്. അക്ഷാക്ക്, സ്റ്റാളുകള്. മീസത്തുൻ, പ്രത്യേകത. മീസാത്ത്, പ്രത്യേകതകള്. ബദറുൻ, വിത്ത്. ബുദൂർ, വിത്തുകൾ. ഷെത്തിലത്തുൻ, ചെടി. ഷെത്തിലാത്തുൻ, ചെടികള്. അദാത്തുൻ, ഉപകരണം. അദവാത്തുൻ, ഉപകരണങ്ങൾ. ഹെക്ലുൻ, വയല്. ഹുക്കൂലുൻ, വയലുകൾ. ഇതോടുകൂടി നമ്മുടെ 4ാമത്തെ യൂണിറ്റ് അവസാനിച്ചിരിക്കുകയാണ്. ഇതുവരെയാണ് നിങ്ങൾക്ക് സെക്കൻഡ് ടേം എക്സാമിനേഷന് വരുന്നത്. നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക്
മൂന്നാമത്തെയും അതുപോലെ തന്നെ 4ാമത്തെ യൂണിറ്റിനെയും ബേസ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.